നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂൾ ഉപയോഗിച്ച് ഒരു പ്ലെയർ ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം കണ്ടില്ലേ, ഒരു 25 വർഷത്തോളം പഴക്കമുള്ള സാധനമാണ്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ഇല്ല, USB ഇല്ല, ആകെ ഉള്ളത് ഓക്സിലറി ഇന്നും ഉണ്ട്, പിന്നെ CD ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ CD ഒക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ ഓക്സിലറി ഇന്നിൽ മാത്രമാണ് ഫോൺ കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എക്സ്ട്രാ ആയിട്ട് USB ഫിറ്റ് ചെയ്യണം, പിന്നെ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളും ഉണ്ട്. അപ്പോൾ ഇത് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ഇൻബിൽട്ട് ഉള്ളിൽ ചെയ്യാൻ പോവല്ല, പുറമെ ഒരു ചെറിയൊരു ബോക്സ് എടുത്തിട്ട് അതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളായിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. 600 ആ റേറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്, നല്ല നീറ്റായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്, വൈറ്റ് കളർ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ സ്വിച്ച് എന്ന് പറയുകയാണെങ്കിൽ മോഡ് വരുന്നുണ്ട്, പ്ലേ പോസ് വരുന്നുണ്ട്, വോളിയം മൈനസ്, വോളിയം പോസിറ്റീവ്, പിന്നെ ഇൻഫ്രാറെഡ് റിസീവർ വരുന്നുണ്ട്, റിമോട്ട് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ ബ്ലൂടൂത്തിൻ്റെ USB കണക്ടർ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്ക് വശം എടുത്താൽ ഇത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബോർഡാട്ടോ. അപ്പം നമ്മളൊരു എന്തായാലും ഒരു റെഗുലേറ്ററൈസ് വെക്കണം ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്താൽ ഇതാണ് പവർ സപ്ലൈൻ്റെ വയർ വരുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്, റൈറ്റ് ചാനൽ, ഗ്രൗണ്ട്, ലെഫ്റ്റ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണക്ടർ അവർ കൊടുത്തിട്ടുണ്ട്. കണക്ടർ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം ഇതിൻ്റെ ലെഫ്റ്റ് ചാനൽ വരുന്നത് ഈ വയർ, പിന്നെ ചുമപ്പാണ് ഗ്രൗണ്ടായിട്ട് വരുന്നത്, പിന്നെ ഈ കളറാണ് അതിൻ്റെ റൈറ്റ് ചാനൽ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന റിമോട്ടാട്ടോ ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണ് റിമോട്ട്. സ്വിച്ചുകളൊക്കെ ആണെങ്കിലും ഒരു ആക്ഷനുണ്ട്, നല്ലൊരു ആക്ഷനുണ്ട്. പോയി അങ്ങ് തിരിച്ചു വരുന്ന നല്ലൊരു ആക്ഷനുണ്ട്. ചിലതിനൊക്കെ അങ്ങനത്തെ ഒന്നും നമുക്ക് ഞെക്കുന്ന അറിയാൻ പോലും പറ്റില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ഞെക്കുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഈ കേരള വിഷൻ്റെ ഒക്കെ ഒറിജിനൽ റിമോട്ട് പോലത്തെ ഒരു മോഡലാണിത്. ഇതിന് AAA 2 ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അതിന് വേണ്ട അടുത്തതാണ് ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ. ഞാൻ മേടിച്ചിരിക്കുന്നത് 12 വോൾട്ട് 1 ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ശരിക്കും 12 ആയിരുന്നു വേണ്ടത്. 2 പവർ സപ്ലൈയുടെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്, പക്ഷേ സിംഗിളായിട്ടുള്ളതാണ് മേടിച്ചത്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കണം. ഇനി വരുന്നത് 12 വോൾട്ടിൻ്റെ ഔട്ട്, ഇത് AC ഇന്ന് വരുന്നത്. പിന്നെ ഞാൻ ഈ പ്ലെയർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. VU മീറ്റർ എന്നൊക്കെ പറയും. ഇത് VUവിൻ്റെ LED മീറ്ററാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ റൈറ്റും ലെഫ്റ്റും ചാനലൊക്കെ ഇങ്ങനെ മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നുന്ന, പണ്ടത്തെ മോഡലിലൊക്കെ ഒരു സൂചിയായിരുന്നു. അപ്പോൾ ഇത് വോളിയത്തിന് യൂണിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. 2 ചാനലും വരെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയാലും മനസ്സിലാവും. അതേസമയം നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് 12 വോൾട്ടിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് 12 വോൾട്ട്, ഇത് ഗ്രൗണ്ട്, പിന്നെ ഇത് റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്. ഇത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഈ മൊഡ്യൂളിൻ്റെ ഔട്ടിലേക്ക് ഇത് കണക്ട് ചെയ്താൽ മതി. പ്രീ ആംപ്ലിഫയറിൽ ഇത് വർക്ക് ചെയ്യും. നോക്കുമ്പോൾ നമുക്ക് 2 ബോർഡ് കണക്ട് ചെയ്യാനുണ്ട്. ബ്ലൂടൂത്ത് ബോർഡും ഉണ്ട്, VU മീറ്ററും ഉണ്ട്. അപ്പം നമുക്ക് ബ്ലൂടൂത്ത് ബോർഡ് വരുന്നത് 5 വോൾട്ടിൻ്റെ ആണ്. അപ്പം ഇത് 12 വോൾട്ടാണല്ലോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് 12 വോൾട്ടിനെ 5 വോൾട്ടിൽ കൺവേർട്ട് ചെയ്യാൻ ഒരു റെഗുലേറ്റർ ഐസി ഉപയോഗിക്കണം. ഇത് 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐസിയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇത് ഇന്ന് പോസിറ്റീവ്, ഇത് ഇന്നും ഔട്ടും കോമൺ ആയിട്ടുള്ളത് നെഗറ്റീവ്, ഇത് ഔട്ട് പോസിറ്റീവ്. അത് തന്നെ നമുക്ക് VU മീറ്ററിൻ്റെ വരുന്നത് 12 വോൾട്ടാണ്. അത് കറക്റ്റ് 12 തന്നെ കൊടുക്കണം, കൂടിപ്പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് ട്രാൻസ്ഫോമർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് റെഗുലേറ്റർ ഐസി ഉപയോഗിക്കണം. അപ്പോൾ ഇത് 12 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ഐസിയാണ്. ഇത് അതുപോലെ തന്നെ ഇന്ന് പോസിറ്റീവ്, ഇത് അതായത് കോമൺ, പിന്നെ 2 ഇന്നും ഔട്ടും നെഗറ്റീവ് ഇടുന്ന വരുന്നത്. ഇത് ഔട്ട് പോസിറ്റീവ്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ ആദ്യം റെക്ടിഫയർ ഉണ്ടാക്കണം. ഞാൻ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ രൂപത്തിലുള്ളത്. 2 ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പവർ സപ്ലൈക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ ഭാഗങ്ങളിലായിട്ട് കൊടുക്കണം, ഇന്നായിട്ട് കൊടുക്കണം. ഇത് നമ്മൾ പോസിറ്റീവ് ഔട്ട് എടുക്കുന്നു, ഇത് നെഗറ്റീവ് ഔട്ട് എടുക്കുന്നു. രണ്ടും സെയിമാണ് വരുന്നത്. പിന്നെ നമ്മളൊരു സ്വിച്ച് വെക്കണ സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മളൊരു ഹീറ്റ് സിങ്ക് എടുക്കാനുണ്ട്. അത് ഞാൻ ചെറിയൊരു CFL ബൾബിൻ്റെ ഒരു അലുമിനിയം ഭാഗമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബോർഡുകളൊക്കെ കൂടി വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു അടുക്കളയിലൊക്കെ എയർ ടൈറ്റായിട്ട് വെക്കുന്ന ഒരു പാത്രമുണ്ട്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്തിട്ടൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ AV ഇന്നിൻ്റെ പിന്നുകൾ ഫിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഹോൾസൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം USB-യുടെ അവിടെയും സ്വിച്ചുകളും പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിലാണ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് സ്പേസർ ഇട്ടിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ നമുക്ക് VU മീറ്റർ വെക്കണമെങ്കിൽ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. VU മീറ്റർ ശരിക്കും കുത്തനെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുന്നത്. പക്ഷേ ഇവിടെ അതിലങ്ങനെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെരിച്ചാണ് വെക്കാൻ പോണത്. പിന്നെ നമ്മളൊരു 3.5 mm ഓഡിയോ ജാക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ടായിട്ട്. കാരണം വേറെ AV കോഡ് അല്ലാതെയുള്ള പിന്നായിട്ടുള്ള വരുന്ന, അതായത് ഹോം തിയേറ്റർ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പിന്ന് കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ജാക്ക് വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരെണ്ണം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയറൊക്കെ ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഒരു കോമൺ ഉണ്ട്, പിന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ളത് ഇട്ട് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് 2 ലെഫ്റ്റ് റൈറ്റും, റെഡ് കോമൺ. അപ്പോൾ ആദ്യപടിയായിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ട്രാൻസ്ഫോമർ നമ്മൾ സ്ക്രൂ ഉറപ്പിക്കുന്നു. അതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ബോർഡ്, ഇനി നമുക്ക് ബ്ലൂടൂത്തിൻ്റെ സ്പേസ് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരും സംഭവം. എല്ലാത്തിലൊന്നും നമ്മൾ ഇടണ്ട. ഓക്കെ, ഇനി നമുക്ക് VU മീറ്ററും കൂടി സെറ്റ് ചെയ്യണം. അപ്പം നമുക്കിനി VU മീറ്റർ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകട്ടോ. അപ്പം നമ്മൾ ഏതാണ്ട് 2 ബോർഡും ട്രാൻസ്ഫോമറും നമ്മൾ ഫിറ്റ് ചെയ്തു. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തു, അതുപോലെ തന്നെ VU മീറ്റർ ഫിറ്റ് ചെയ്തു, പിന്നെ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളും ഫിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് സൗണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ ഔട്ടിന് വേണ്ടിയിട്ടുള്ള AVൻ്റെ പിന്ന്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചെറിയ ഒരു ഔട്ടും കൂടി ഇതിന് പകരമായിട്ടുള്ള, നമുക്ക് ഇതിൻ്റെ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡയറക്റ്റ് കുത്താൻ ഇങ്ങനത്തെ 3.5 ജാക്കാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരു ഇതും കൂടി വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 2 ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 2 വെച്ചേക്കുന്നത്. അതിൻ്റെ ഔട്ട് വരുന്നത് നമുക്ക് ഡയറക്റ്റ് ഈ ഔട്ട് വരുന്നതിലേക്ക് കൊടുത്താൽ മതി. അതായത് ലെഫ്റ്റും റൈറ്റും ഔട്ട് വരുന്നതിലേക്ക് അത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പവർ സപ്ലൈ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ പവർ സപ്ലൈയുടെ കാര്യങ്ങൾ കാണിക്കാം. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള റെഗുലേറ്റർ ഐസി ഉണ്ടല്ലോ, റെഗുലേറ്റർ ഐസിൻ്റെ ഇന്നും ഔട്ടും എല്ലാത്തിനും കണക്ഷൻ കൊടുത്തിട്ട് അത് ഇൻസുലേറ്റ് ചെയ്ത് വയ്ക്കണം. റെഗുലേറ്റർ ഐസിൻ്റെ കണക്ഷൻ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 12 വോൾട്ടിൻ്റെ IC ആണ്. അപ്പോൾ ഇത് സോൾഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഗ്രൗണ്ട് കോമൺ ആണ്. അപ്പം നമ്മളത് നടുവിൽ സോൾഡർ ചെയ്യുക. ഇത് ഔട്ട് ഇത് ഈ രീതിയിലാണ് ഇത് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇത് ഇന്ന്, ഇത് ഔട്ട് 12 വോൾട്ട്. ഇത് റെക്ടിഫയറിൻ്റെ ഇന്നിലേക്ക് ഇത് ഔട്ടിലേക്ക് ഇത് കൊടുക്കും. ഇത് നമ്മുടെ വിയോമീറ്ററിൻ്റെയോ ബ്ലൂടൂത്ത് ബോർഡിൻ്റെയോ ഒക്കെ ഇന്നിലേക്ക് ഇതും കൊടുക്കണം. അപ്പോൾ നമുക്കിനി റെക്ടിഫയറിലേക്കും കൂടി ഇത് കൊടുക്കാം. റെക്ടിഫയറിൻ്റെ ഔട്ട് വരുന്നത് കപ്പാസിറ്ററിൻ്റെ ഇവിടെ നോക്കുക. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇതായിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്. ഇങ്ങനെയാണ് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് റെക്ടിഫയറിൻ്റെ ഇന്ന് ഡയറക്റ്റ് നമുക്ക് പോയിട്ട് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇനി മറ്റേ റെക്ടിഫയർ എടുത്തിട്ട് ഈ ഐസിയിലും കൂടി കൊടുക്കണം. എന്നിട്ട് കാണിക്കാം. എന്നിട്ട് ഇൻസുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ റെഗുലേറ്റർ ഐ സി ഒക്കെ ഇൻസുലേഷൻ ചെയ്ത് കണക്ഷനൊക്കെ റെഡിയാക്കി റെക്ടിഫയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമറിൽ നിന്ന് റെക്ടിഫയറിലേക്ക്, 2 റെക്ടിഫയറിലേക്കും ട്രാൻസ്ഫോമറിൽ നിന്ന് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വയർ ഇട്ടിട്ടുണ്ട്. 2 എണ്ണത്തിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിൽ ഇവിടേക്കും കൊടുക്കുക. ഇങ്ങനെ കണക്ഷൻ വരും. ഇങ്ങനെ കൊടുക്കുക. അതേപടി പാരലെടുത്തിട്ട് മറ്റേ റെക്ടിഫയറിലേക്കും ഇങ്ങനെ കൊടുക്കുക. അപ്പം നമ്മൾ കണക്ഷനൊക്കെ റെഡിയാക്കി ട്രാൻസ്ഫോമർ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. എ സി മറ്റേ ഭാഗത്തേക്ക് ആക്കി എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് പോയിട്ട് റെക്ടിഫയറിൻ്റെ ഇന്നിലേക്ക് കൊടുത്തു. റെക്ടിഫയറിൻ്റെ ഔട്ട് എടുത്തിട്ട് റെഗുലേറ്ററിലേക്ക് കൊടുത്തു. റെഗുലേറ്ററിൻ്റെ ഔട്ടാണ് ഇനി നമുക്ക് ഡിവൈസിലേക്ക് കൊടുക്കാനുള്ളത്. ഇപ്പം നമ്മൾ എല്ലാ ഭാഗവും ഇൻസുലേറ്റ് ചെയ്തു കേട്ടോ. റെക്ടിഫയറിൻ്റെ 4 ഭാഗവും തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ എല്ലാം ഇൻസുലേഷൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഔട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പവർ സപ്ലൈ ഉണ്ട്. പവർ സപ്ലൈ നമുക്ക് കൊടുക്കണം. അപ്പോൾ അത് നമ്മളവിടെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിത് പ്ലഗ് ചെയ്ത് നോക്കാൻ പോകാം കേട്ടോ. പ്ലഗ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റല്ലേ നോക്കണം. ഒക്കെ കറക്റ്റാണ്. ഇത് നമുക്കൊന്ന് കണക്ഷൻ ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പം ഈ 12ഉം 5ഉം വോൾട്ട് വെച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് മൾട്ടിമീറ്ററിൽ വെച്ച് നോക്കണം. 5 വോൾട്ടിൻ്റെ റെഗുലേറ്ററിൻ്റെ ഔട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ കറക്റ്റ് 5 വോൾട്ട് നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് ബോർഡിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വിയോമീറ്ററിൻ്റെ 12 വോൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതും 12 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം 2 ബോർഡ് വോൾട്ടേജ് കറക്റ്റാണ്. ഇനി നമുക്ക് റെഗുലേറ്റർ ഐസ് 2ഉം കൂടി ഹീറ്റ് സിങ്കിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ ചെറിയ നീണ്ടു ഇരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വളച്ച് വെക്കണം. പതിയെ കൈ കൊണ്ട് പിടിച്ച് സൂക്ഷിച്ചങ്ങ് വളച്ച് വെച്ചാൽ മതി. ഇനി ഒറ്റ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് 2ഉം കൂടി അങ്ങ് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, ഇത് 12 വോൾട്ടിൻ്റെ ഐ സി ആണ്. അപ്പോൾ 12 വോൾട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ വിയോമീറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പം വിയോമീറ്ററിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അടിയിലത്തെ 12 പോസിറ്റീവ് ഗ്രൗണ്ട്. അപ്പോൾ അവസാനത്തെ 2 ലൈനുകളാണ് നമുക്ക് എടുക്കേണ്ടത്. കറുപ്പും വെളുപ്പും നമ്മൾ എടുത്തു. അപ്പോൾ ഇത് നമ്മൾ നേരെ ട്വൽവ് വോൾട്ടിലേക്ക് കൊടുക്കണം. അപ്പം നമ്മൾ വിയോമീറ്ററിൻ്റെ പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് ഇൻസുലേഷൻ ചെയ്തിട്ട് അത് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. വർക്കിംഗ് ആണോ അല്ലോ എന്ന് അറിയണം. ഓക്കെ,
വർക്കിംഗ് ആട്ടോ. ഇനി അതുപോലെ നമുക്ക് ബ്ലൂടൂത്ത് ബോർഡിൻ്റെ പവർ സപ്ലൈ ഉണ്ട്. പവർ സപ്ലൈ നമുക്ക് 5 വോൾട്ട് വരുന്നതിൻ്റെ ഔട്ടിലേക്ക് കൊടുക്കണം. നമുക്ക് അതും കൂടി കണക്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റേത് 5 വോൾട്ട് അത് നമ്മൾ കണക്ഷൻ കൊടുത്തു ഇൻസുലേഷനൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിനി അതും കൂടി വർക്കിംഗ് ആണോ എന്ന് ഒന്ന് പവർ ഓണാക്കി നോക്കാം. ഓക്കെ, ബ്ലൂ എന്നും പറഞ്ഞ് വന്നു, അത് വർക്കിംഗ് ആണ്. ഇതാണ് മോഡൊക്കെ നോക്കി നോക്കാം. ബോക്സ്, ബ്ലൂടൂത്ത്, FM, പിന്നെ നമ്മൾ USB ഇവിടെ കണക്ട് ചെയ്താൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓഡിയോ സെക്ഷൻ വർക്കും കൂടി ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അത് എവിടേക്കാണെന്ന് വെച്ചാൽ ഓക്സിലറി AV പോർട്ടിലേക്ക് ബ്ലൂടൂത്തിൻ്റെ ഔട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഔട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഔട്ട് വരുന്നത് റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്. അപ്പം റൈറ്റ് എന്ന് പറയുന്നത് ഇത്, ഗ്രൗണ്ട് ഇത്, ലെഫ്റ്റ് ഇത്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ റൈറ്റ് എന്ന് പറയുമ്പം റൈറ്റ് ചാനലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതാണ്, ലെഫ്റ്റ് ഇത്. ഗ്രൗണ്ട് എന്ന് പറയുമ്പം കോമൺ ആയിട്ടാണ് രണ്ടിനും വരുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ലെഫ്റ്റ്, ഗ്രൗണ്ട് കോമൺ ആട്ടോ. അപ്പം നമുക്കൊരു വയർ ഇട്ടിട്ട് അത് ഷോർട്ടാക്കിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കാം, അത് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്സിലറിയുടെ കണക്ഷൻ കൂടി കൊടുക്കാനുണ്ട്. അതിൻ്റേത് വരുന്നത് റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ് ആണ്. റൈറ്റ് എന്ന് പറയുമ്പം ഇതാണ് റൈറ്റ് വരുന്നത്. റൈറ്റ് എടുത്തിട്ട് ഈ റൈറ്റിലേക്കാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ ചെറുതായിട്ട് ആ സോൾഡർ ചെയ്ത് വെച്ചൊന്ന് അഴിക്കാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 3 വയർ നമുക്ക് ഒരുമിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് സോൾഡർ ചെയ്തിട്ട് ഒറ്റ വയറായിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ബ്ലൂടൂത്തിൽ നിന്ന് വരുന്ന ഔട്ട് കൊടുക്കാനുണ്ട്, അതുപോലെ VUവിൻ്റെ ഇന്ന് കൊടുക്കാനുണ്ട്, പിന്നെ നമ്മൾ എക്സ്ട്രാ വെച്ചേക്കണം 3.5ൻ്റെ ജാക്കിൻ്റെ ഇന്നും കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടി നമുക്ക് ഒരുമിച്ച് സോൾഡർ ചെയ്തിട്ട് വെക്കാം. ഇപ്പം നമ്മൾ ബ്ലൂടൂത്തിൻ്റെയും VUവിൻ്റെയും റൈറ്റ് രണ്ടും ഒരുമിച്ച് വെച്ചു. ഇനി ലെഫ്റ്റിൻ്റെ ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്തിൻ്റെ ലെഫ്റ്റും VUവിൻ്റെ ലെഫ്റ്റും കൂടി ഒരുമിച്ച് വയ്ക്കുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സോൾഡർ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ 3.5 ജാക്കിൻ്റെ ഒരു ലെഫ്റ്റും റൈറ്റും എടുത്ത് ഈ രണ്ടെണ്ണത്തിലേക്കും കൊടുക്കണം. അങ്ങനെ നമ്മൾ ലെഫ്റ്റിൻ്റെ റൈറ്റിൻ്റെ 3 എണ്ണം വെച്ച് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ടത് ഔട്ടിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ചാനലിൻ്റെ നമുക്ക് ബ്ലൂടൂത്ത് VU 3.5ൻ്റെ 3 കണക്ഷൻ ഒരുമിച്ച് വയ്ക്കുക. ഓക്കെ, അത് 3ഉം കൂടി നമുക്ക് ആ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് വയ്ക്കാം. അത് 2 ചാനലിൻ്റെയും കണക്ഷനുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് വയ്ക്കാനുള്ളത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് എടുക്കാം. ഈ 3.5 നിന്ന് വരുന്ന കോമണ് ഒന്ന്, പിന്നെ അടുത്തത് VU മീറ്ററിൽ നിന്ന് വരുന്ന കോമൺ എടുത്തു, പിന്നെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഔട്ട് കോമൺ എടുത്തു. ഇതെല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്യുക.
ഓക്കെ, അവിടേക്ക് നമ്മൾ കൊടുത്തു. അതും കൊടുത്തു. അപ്പം നമ്മളുടെ കണക്ഷനൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ബോർഡിൻ്റെ എക്സ്ട്രാ വരുന്ന ഒരു വയറാണ്. അത് നമുക്ക് ആവശ്യമില്ല. അത് നമുക്കിങ്ങനെ അപ്പം നമ്മൾ ഓരോ സെക്ഷനായിട്ട് ചെറുതായിട്ട് ടൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ വയറോടും ഇങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കൂടി കാണുമ്പോൾ തുടങ്ങുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് എല്ലാം ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ സപ്ലൈയുടെ സെക്ഷൻ ലെഫ്റ്റ് റൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ഫുൾ കവർ ചെയ്യണം. അല്ലെങ്കിൽ ഈ ബോർഡിലെങ്ങാനും വന്ന് ഇടിച്ചാൽ ഫുള്ള് ചിലപ്പോൾ ഷോർട്ടാവും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ മറന്നു പോയിരുന്നു. ഒരു സ്വിച്ചുണ്ട്. ഇത് നമുക്ക് പവർ സപ്ലൈ കൊടുക്കണം. പവർ സപ്ലൈ കൊടുക്കാനായിട്ട് നമ്മളിത് ഡിസ്കണക്ട് ചെയ്യണം. നമ്മളിവിടെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹോളിൽ കൂടി ഇത് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും കൂടി ഒന്ന് അപ്പം നമ്മുടെ വർക്കൊക്കെ ഏതാണ്ടൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി പയ്യെ വയ്ക്കാം. ഇവിടെ നമുക്കൊരു വയർ ടൈം കൂടി വയ്ക്കാനുണ്ട്. ടൈം കൂടി കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ കയറ്റി ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് പ്ലെയർ. അപ്പം നമുക്കിനി ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ബ്ലൂ എന്നും പറഞ്ഞു വന്നു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കണം. അതുപോലെ USB കണക്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്കൊരു 2.1 ഔട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ കുത്താണ്. ഇനി നമ്മൾ ഒരു ബ്ലൂടൂത്ത് പ്ലേ ചെയ്യാൻ പോകും കേട്ടോ. അപ്പം നമ്മൾ ബോക്സ് അവിടെ വെച്ചു. നമുക്ക് പ്ലെയറിൻ്റെ ഓക്സിലറിന് അതിൽ കണക്ട് ചെയ്ത് നോക്കാം.
ഓക്കെ. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഓക്കെ, ഓണായിട്ടുണ്ട്. നമുക്ക് പ്ലെയറും കൂടി ഓണാക്കി നോക്കാം. മാക്സിമത്തിലായി. നമുക്കിതിൻ്റെ പുറകിലുള്ള സ്വിച്ചിൻ്റെ കണക്ഷൻ കൂടി നോക്കണം. ഈ സ്വിച്ച് ഞെക്കിയാൽ ഈ വിയോമീറ്ററിൻ്റെ ഒരു 5-6 സ്റ്റൈലിലുള്ള ഡിസ്പ്ലേകൾ മാറി മാറി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.